മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജിൽ ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റിന് തുടക്കമായി. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കോളേജ് മാനേജർ റവറൻ ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI, കോളേജ് ബർസാർ ഫാദർ ബോബിൻ കുമരേട്ട് CMI, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ തോംസൺ ജോസഫ്, ജനപ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. 2 ദിവസങ്ങളിലായി നടക്കുന്ന വിദ്യാഭ്യാസ ഫെസ്റ്റ് 17-ന് സമാപിക്കും. വിവിധ എക്സിബിഷനുകളും മറ്റും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജ് ഓട്ടോണമസും സെന്റ് ജോസഫ്സ് അക്കാദമി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് ആരംഭിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഓരോ തലത്തിലുള്ള മാറ്റങ്ങൾ ചേർക്കുന്നതൊക്കെ സ്വീകരിക്കാനുള്ളതാണ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത്. എല്ലാവിധമായ ആശംസകൾ നേരത്തെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി സെന്റ് ജോസഫ് കോളേജ് മാറുന്നു. ഇവിടെ പഠിച്ച കുട്ടികളും പഠിച്ചിറങ്ങിയവരും സമഗ്രമായി വിവിധ തലങ്ങളിലേക്ക് പോയത് അവരുടെ ഒരു മാതൃവിദ്യാലയം എന്ന നിലയിൽ കോളേജ് ഒരു കലാലയം എന്ന നിലയിൽ വലിയ അഭിമാനത്തോടുകൂടിയാണ് ഈ കാലഘട്ടത്തിൽ പറയുന്നത്. അതിന് കൂടുതൽ അവസരങ്ങൾ നൽകിയ ഈ സ്ഥാപനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ ഫെസ്റ്റ് വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായി മാറി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും പങ്കുവരുത്താൻ മാനേജ്മെന്റിന് സാധിച്ചിട്ടുള്ളതും ഞാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്കിടെ പഠിക്കുവാനും പഠിച്ചു പഠിക്കുവാനും 4 വർഷം മാറുകയാണെന്ന് അതുകൂടി നാടിന്റെ മാറ്റങ്ങൾ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് പ്രത്യേകിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആശംസകളും സ്വീകരിക്കുകയും ഔപചാരികമായ സന്തോഷവും അറിയിക്കുകയും ചെയ്യട്ടെ. കോളേജ് മാനേജർ റവറൻ ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ സജി P. ജോസ്, അറുക്കുളം പഞ്ചായത്ത് 1-ാം വാർഡ് മെമ്പർ PA വേലുക്കുട്ടൻ, കേരള സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ മെമ്പർ KL ജോസഫ്, കോളേജ് ബർസാർ റവറൻ ഫാദർ ബോബിൻ കുമരേട്ട് CMI, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ തോംസൺ ജോസഫ്, അധ്യാപകരായ സുനിത മാത്യു, ഡോക്ടർ ജോസ് ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. ഓട്ടോണമസ് കോളേജിൽ എക്സ്പ്ലോർ എക്സ് എഡ്യൂക്കേഷൻ എക്സ്പോയും മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. എക്സ്പോയിൽ ISROയുടെ സ്പേസ് ഓൺ വീൽസ്, പ്ലാനറ്റേറിയം, പോലീസ് സേനയുടെ ഡോഗ് സ്ക്വാഡ്, ഹ്യൂമൻ അനാട്ടമി, ഭക്ഷ്യസുരക്ഷാ പ്രദർശനം, ഇന്ത്യൻ ആർമിയുടെ ആയുധങ്ങൾ, സൈബർ ആൻഡ് ഫോറൻസിക് പ്രദർശനങ്ങൾ, ഇന്ത്യൻ നേവിയുടെ ഷിപ്പ് മോഡലുകൾ, വിർച്വൽ റിയാലിറ്റി റോബോട്ടിക്സ്, കെമി മാജിക്, ഹെറിറ്റേജ് എക്സിബിഷൻ, വൈൽഡ് ലൈഫ് ഗാലറി, ആസ്ട്രോ ടെലിസ്കോപ്പ് വ്യൂ, പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാമ്പ് ഗാലറി, കരകൗശല പ്രദർശനങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശന വിപണനങ്ങൾ, ഫയർഫോഴ്സിന്റെ പ്രകടനങ്ങൾ, കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഒരുക്കുന്ന സ്റ്റാളുകൾ ഉൾപ്പെടെ 75-ൽ പരം സ്റ്റാളുകൾ ഇന്നും നാളെയും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി തുറന്നുകൊടുക്കും. ഇതിന്റെ ഭാഗമായി തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ 2 തീയതികളിലും പൊതുജനങ്ങൾക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തിവരുന്നു. കോളേജ് കുട്ടികൾക്കും സ്കൂൾ കുട്ടികൾക്കുമായി 2.5 ലക്ഷം രൂപയിൽ പരം സമ്മാനങ്ങളുമായി സ്പോർട് ഡാൻസ്, ഫാഷൻ ഷോ, കിസ്, ഫൺ ഗെയിംസ്, ഫോട്ടോഗ്രാഫി, ഫുട്ബോൾ ട്രീസ് തുടങ്ങി ധാരാളം മത്സരങ്ങൾ നടത്തും. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. സാമൂഹ്യ വിദ്യാഭ്യാസ, രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗങ്ങളിലെ പ്രഗത്ഭരായ പ്രതിഭകളെ സംഭാവന ചെയ്ത് നാക് അക്രഡിറ്റേഷൻ 3.50 എന്ന മാജിക് down.
പുരോഗതിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ടുള്ള താല്പര്യത്തോടുകൂടി മുന്നിട്ട് നിൽക്കുന്ന ബഹുമാനപ്പെട്ട തോമസ് അച്ഛനാണ് ഈ ചടങ്ങിന് ഔദ്യോഗികമായി ബഹുമാനപ്പെട്ട തോമസ് അച്ഛനെ ഈ സദസ്സിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിലേക്ക് ബഹുമാന്യനായ ജനപ്രതിനിധി റോഷിവാസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഔദ്യോഗികമായ രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഗോവിന്ദനാണ്. അച്ഛനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഒത്തിരിയേറെ മാധ്യമ പ്രവർത്തകർ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എത്തിച്ചേർന്നിരിക്കുന്ന മാധ്യമ പ്രവർത്തകരെല്ലാവരെയും ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് ഹൃദയവും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ സജി പി ജോസ്, പ്രിൻസിപ്പൽ ഡോക്ടർ പ്രിയപ്പെട്ട അധ്യാപകര്, വിദ്യാർത്ഥികളെ, പ്രസുഹൃത്തുക്കളെ, സന്തോഷകരമായ ഒരു നിമിഷമാണ് സെന്റ് ജോസഫ് കോളേജ് ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് അഭിമാനിക്കാൻ നൽകുന്ന ഏറ്റവും ആനന്ദദായകമായ ഒരു നിമിഷമായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സെന്റ് ജോസഫ് കോളേജ്, സെന്റ് ജോസഫ് അക്കാദമി ഒരുമിച്ചാണെന്ന് കാണപ്പെടുകയും അതിനെക്കുറിച്ച് ഹ്രസ്വമായിട്ടാണ് ശ്രീ തോമസിനോട് സൂചിപ്പിച്ചു. ഇതിനെ പ്രതിഷേധിക്കുന്നതാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ മാനേജർ. അദ്ദേഹത്തിന്റെ പ്രവർത്തന ചൈതന്യം എല്ലാ തരത്തിലും ഏറെ കാണാനും അറിയാനും അടുത്തനുഭവിക്കാനും ഒക്കെ ആഗ്രഹിപ്പിക്കേണ്ടതാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയെ ലക്ഷ്യമിട്ടതാണ് കൂടുതൽ അവസരങ്ങൾ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും ഏവർക്കും സത്യമാക്കാൻ കഴിയുന്ന നേട്ടങ്ങൾക്ക് വേണ്ടി ഏതൊക്കെ തരത്തിൽ ശ്രമിക്കണം എന്നൊന്നും അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതില്ല. അവസരങ്ങൾക്ക് വേദിയായി മാറും. എല്ലാ കായിക മത്സരങ്ങൾക്കും ഭാഗമായിക്കൊണ്ട് അദ്ദേഹം മനസ്സിലാക്കി. ഡിപ്പാർട്ട്മെന്റുകൾ അവരുടേതായിട്ടുള്ള ഓരോ തലത്തിലുള്ള മാറ്റങ്ങളും നേട്ടങ്ങളും ഒക്കെ സ്വീകരിക്കാനുള്ളതാണ് അവസരങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവിധമായ ആശംസകളും നേരത്തെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി സെന്റ് ജോസഫ് കോളേജ് മാറുമ്പോൾ ഇവിടെ പഠിച്ച കുട്ടികളും പഠിച്ചിറങ്ങിയവരും എടുക്കുന്ന സമഗ്രമായി വിവിധ തലങ്ങളിലേക്ക് പോയവരും അവരുടെ ഒരു മാതൃവിദ്യാലയം എന്ന നിലയിൽ കോളേജ് ഒരു കലാലയം എന്ന നിലയിൽ വലിയ അഭിമാനത്തോടുകൂടിയാണ് ഈ കലാലയത്തെ കുറിച്ച് പറയുന്നത്. ഭാവിയിൽ കൂടുതൽ അവസരങ്ങൾക്ക് വേദിയായ ഈ സ്ഥാപനത്തിന് കഴിയും. അതുകൊണ്ടാണ് ഈ ഫെസ്റ്റ് വളരെ മനോഹരമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ നാടിന്റെ ഒരു ഉത്സവമായി മാറി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെ സേവനം ഉറപ്പുവരുത്താൻ മാനേജ്മെന്റിന് സാധിച്ചു എന്നുള്ളതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എടുക്കലായി പഠിക്കുവാനും പഠിച്ചു വളരുവാനും 4 വർഷം അവരുടെ അതുകൂടി നാടിന്റെ മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ഈ സ്ഥാപനത്തോടെ തന്നെ കഴിയട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രവർത്തനങ്ങളും നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ സ്വീകരിക്കുകയും ഔപചാരികമായ പ്രവർത്തനം നിർവഹിച്ചുകൊണ്ട് എന്റെ സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്യട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ കോളേജിന്റെ മാത്രമുള്ള ഉത്സവമല്ല, ഇത് നാടിന്റെ ഒരു സാംസ്കാരിക ഉത്സവമായിട്ടാണ് നമ്മൾ മാറ്റുവാൻ ആഗ്രഹിച്ചത്. ഇതുവഴിയായിട്ട് നമ്മളെല്ലാം നമ്മുടെ കോമൺ വാല്യൂസ് ഉണ്ടാണ്. ഈ കോർ വാല്യൂസ് മറ്റുള്ളവരിലേക്ക് പകർത്തി കൊടുക്കുവാനായിട്ടുള്ള ഉദ്യമമാണ് നടക്കുന്നത്. നമ്മുടെ അക്കാഡമിക്സും അതുപോലെ തന്നെ ആർട്സും സ്പോർട്സും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും എക്സലൻസോടുകൂടി നമ്മുടെ ഈ കോളേജ് മക്കളെ സെന്റ് ജോസഫ് വളർത്തുന്നവനായ സെന്റ് ജോസഫിന്റെ പേര്
ഇവിടെ നിന്ന് പഠിച്ച് 81 മുതൽ കോളേജ് തുടങ്ങിയ ആ കാലഘട്ടം മുതൽ 45 വർഷമായി. അക്കാദമിയിൽ നിന്ന് 2008 മുതൽ ഇവിടെ സ്ഥാപിതമാണ്. മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, കോളേജിന്റെ മാനേജർ ഡോക്ടർ തോമസ് പുതുശ്ശേരി, ഓട്ടോണമസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ഡോക്ടർ തോമസ് ജോസഫ്, വാർഡ് മെമ്പർ ശ്രീ വേലുക്കുട്ടൻ, കേരള സ്പോർട്സ് കൗൺസിൽ മെമ്പർ കെ ജോസഫ്, ബസാർ ഫാദർ റോബിൻ കുമരൻ, ഫസ്റ്റ് കോർഡിനേറ്റേഴ്സ് മിസ് സുനിത മാത്യു, മിസ്റ്റർ ആന്റണി, അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ വിദ്യാർത്ഥികൾ, കലയുടെയും വിദ്യാഭ്യാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു ഒത്തുചേരലാണ് ഇന്ന് സംഭവിക്കുക. ഈ 3 ത്രയങ്ങൾ ഒരേ വേദിയിൽ ഇന്ന് ഈ കലാലയങ്ങളുടെ പ്രയാസ എന്ന പേരിൽ ഒരു കലാലയ ഉത്സവം അതിനെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നമ്മുടെ ആഘോഷമാണ് ഈ ഉത്സവവും ആഘോഷവും. തീർച്ചയായും പുതിയ ചർച്ചകൾക്കും പുതിയ അറിവുകൾക്കും നേർചിന്തകൾക്കും വഴിതെളിക്കണം. അതിനു വേണ്ടിയിട്ട് ഉതകുന്നതാകട്ടെ നമ്മുടെ പ്രയാസം എന്ന് ആശംസിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. എല്ലാ വിഷയങ്ങളും പ്രയാസത്തിലേക്കും താങ്ക് യു. ആതിഥേയനായിട്ട് കാരണം എന്റെയും കൂടി പരിപാടിയാണ്. ഇതുപോലെ ഒരു പരിപാടി എനിക്ക് തോന്നുന്നു ഉറക്കത്തിന്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടില്ലായിരുന്നു. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സെന്റ് ജോസഫ് കോളേജിൽ നിന്നും ആദ്യമായി ഇത്രയൊരു ഗ്രാൻഡ് പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന ഈ 2 കോളേജിലെയും അക്കാദമിയെയും അതുപോലെ ആക്സൻസിനെയും ഹൃദയമായി അഭിനന്ദിക്കുകയാണ്. ഏറ്റവും ബഹുമാനപ്പെട്ട കോളേജിന്റെ മാനേജർ റവറൻഡ് ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI, വേദിയിലും സദസ്സിലുമായുള്ള വിശിഷ്ട വ്യക്തികളെ, 2 കോളേജിലെ അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികൾ, വെൽവിഷേഴ്സ്, പാർട്ടിസിപ്പന്റ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സെന്റ് ജോസഫ് കോളേജിന്റെ സെന്റ് ജോസഫ് അക്കാദമിയുടെയും ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു ഫെസ്റ്റിവലിന് K26 എന്ന ഫെസ്റ്റിവലിന് തിരികെത്തിയിരിക്കുകയാണ്. ഈ ഒരു ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെല്ലാവർക്കും എൻ്റെ ആശംസകളും. ഈ യോഗത്തിന്റെ അധ്യക്ഷൻ സെന്റ് ജോസഫ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡയറക്ടറും മാനേജറും ഡ്രൈവറും അങ്ങനെ വിവിധ നിലകളിൽ ഞാൻ ഏർപ്പെടുന്നതെല്ലാം വിജയത്തിന്റെ സുവർണ പതക്കങ്ങളാക്കി മാറ്റാൻ അനിതസാധാരണമായ കഴിവുള്ള നമ്മുടെ മാനേജർ ഫാദർ ഡോക്ടർ തോമസ് പുതുശ്ശേരി സിനിമയ്ക്ക് ഒരു കൃത്യമായിട്ട് കൃതജ്ഞത അർപ്പിച്ചു. ഉദ്ഘാടനം ചെയ്ത പദ്ധതി മുൻകൊടുത്തിയ ആദരണീയനായ മന്ത്രിക്ക് ഇവിടെ കൂടി ഏവരുടെയും പേരിൽ ഏറ്റവും കൃത്യമായിട്ട് അർപ്പിച്ചു. Discipline, unity, leadership and respect. May this tournament foster friendship and thank you. മറ്റ് വിദ്യാർത്ഥികളെ പ്രസംഗിക്കുന്നില്ല. ഇതുവരെ നമ്മുടെ സെന്റ് ജോസഫ് അക്കാദമി, സെന്റ് ജോസഫ് കോളേജിനെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷത്തിന് 2 ദിവസങ്ങളാണ്.
Technology Fashion Show Competition, Fashionora 2026. Fashionora 2026, we are conducting St. Joseph Group of Institutions is conducting Fashionora. So on behalf of the college, I welcome all of you to this fashion show. And even though this magnitude wouldn't be possible without the incredible support of our partners who believe in the power of style.